പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യങ്ങൾ 3:34, പ്രോവേർബ്സ് ചാപ്റ്റർ 3:34. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വർധനവ് കൊണ്ടുവരും. ആവശ്യത്തിലിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രോമിസ് എന്തുവാണെന്ന് വെച്ചാൽ, ദൈവം അവർ കരയുമ്പോൾ ഉയർത്തും എന്നുള്ളതാണ്. ആവശ്യത്തിൽ നാം ആയിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ സമയത്ത് പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ ഹ്യൂമിലിറ്റി കൊണ്ടുവരും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നീഡിയായിട്ടിരിക്കുമ്പോൾ നാം താഴ്മയുള്ളവരായിട്ട് തന്നെ ഇരിക്കും. എത്ര ഗുഡ് വില്ലാണെങ്കിലും എത്ര പണമാണെങ്കിലും ഒന്നും ചില സമയത്ത് നമ്മളായിരിക്കുന്ന ട്രാജഡിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. ചില മോശമായ സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മിസ്റ്റേക്സിൽ നിന്നൊക്കെ ഒരു ഡിവൈൻ റീറ്റാലിയേഷൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? സത്യം എന്താണെന്ന് വെച്ചാൽ, നാം ജീവിക്കുന്നത് പാപത്താൽ മൂടപ്പെട്ട ഒരു ലോകത്തിലാണ്. അവിടെ നമ്മൾ താണു പോകുമ്പോൾ, അവിടെ നമ്മൾ പല വിഷയങ്ങളാൽ കുനിഞ്ഞു പോകുമ്പോൾ ഓർക്കണമേ, നമുക്ക് സ്വാഭാവികമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവം ഡെവലപ്പ് ചെയ്ത് വരും. എന്നാൽ ഞാൻ പറയട്ടെ, ആ സമയത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. യേശുക്രിസ്തുവുമായിട്ടുള്ള ഒന്നുകൂടെ ആഴമേറിയ ഒരു ബന്ധമാണ് നമ്മളിൽ കടന്നു വരേണ്ടത്. സോറോസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നിലവിളിക്കും. എന്തിനാ? കർത്താവിൻ്റെ സഹായം നമുക്ക് ധാരാളമായി ആവശ്യമായി വരുന്ന സമയമാണ്. അവൻ്റെ കൃപ നമുക്ക് ധാരാളമായിട്ട് ആവശ്യമായി വരുന്ന ഒരു സമയമാണ്. അവൻ്റെ ജ്ഞാനം ദൈവമക്കളെ നമുക്ക് ആവശ്യമായി വരുന്ന ഒരു സമയമാണ്. അവൻ്റെ സ്ട്രെങ്ത്ത്, അവൻ്റെ പ്രൊവിഷൻ, അതെല്ലാം നമുക്ക് ആവശ്യമായി വരും. ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ഈ കർത്താവിന് മാത്രമേ നമ്മെ സസ്റ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ, ഏത് സ്റ്റേജിലാണെങ്കിലും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഹാർഡ്ഷിപ്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ എക്സ്പീരിയൻസ് ചെയ്ത് ചില ആവശ്യത്തിലായിരിക്കുന്നവർ ദൈവത്തോട് അവരുടെ കഷ്ടതയിൽ നിലവിളിക്കുമ്പോൾ ദൈവം അവരുടെ കഷ്ടതയിൽ നിന്ന്, അവരുടെ ഡിസ്ട്രസ്സിൽ നിന്ന് അവരെ തീർച്ചയായിട്ടും വിടുവിക്കും. കാരണം ദൈവത്തിൻ്റെ സ്നേഹം വലുതാണ്. ആ സ്നേഹം നമ്മെ ഉയർത്തുന്നതാണ്. നാം കുനിഞ്ഞു പോകാൻ അവൻ സമ്മതിക്കത്തില്ല. എന്നാൽ നമ്മൾ വളരെ താഴ്മയോടെ നമ്മുടെ മുഖം അവങ്കിലേക്ക് തിരിക്കുന്നു എങ്കിൽ അവൻ തൻ്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ചില ഫേവേഴ്സ് കൊണ്ടുവരും. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെയൊക്കെ പ്രയോറിറ്റീസിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വരുന്ന ഷിഫ്റ്റ്, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, അതൊരു സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റായിട്ട് നമ്മുടെ ചില സാഹചര്യങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരും. ദൈവത്തിൻ്റെ ഹല്ലേലൂയ അതിശയകരമായ പ്രവൃത്തി, അവൻ്റെ വർധനവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നിട്ട് ഹല്ലേലൂയ നമ്മുടെ മനസ്സിൽ ഒരു പുതുക്കം തരും. ആ പുതുക്കം നമ്മളെ എന്തിലേക്ക് നയിക്കുമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയാസിലും യേശു കർത്താവിനെ ഒന്ന് പൊസിഷൻ ചെയ്ത് സകല പ്രയോറിറ്റിയും അവനിൽ അർപ്പിച്ച് ജീവിപ്പാൻ തക്കവണ്ണമുള്ളൊരു പ്രേരണ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. ഞാൻ പറയട്ടെ, പൊസിഷൻ ഗോഡ് ഫസ്റ്റ് ഇൻ എവറി ഏരിയ ഓഫ് അവർ ലൈഫ്സ്. എന്നിട്ട് നമുക്ക് അവനിൽ ആശ്രയിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവൻ നിറവേറ്റി തരും. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രൈഡിനെ ഇല്ലാതാക്കി തരണമെന്ന് നമുക്ക് ദൈവത്തോട് പറയാം. യാക്കോബ് 4:10, ജെയിംസ് ചാപ്റ്റർ 4:10 ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ,
എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. പ്രൈസ് ഗോഡ്. ഞാൻ പല സമയങ്ങളിൽ എൻ്റെ സ്വന്തം കഴിവിലൊക്കെ ഞാൻ ആശ്രയിച്ചിട്ടുണ്ട്. പ്രൈസ്. എന്നാൽ അവിടെയെല്ലാം ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. എല്ലാറ്റിലുപരി എൻ്റെ ആഗ്രഹം എൻ്റെ ദൈവത്തെ തന്നെയാണ്. എൻ്റെ ജീവിതം റീസെൻറ്റർ ചെയ്യുവാൻ ഞാനും പലപ്പോഴും ശ്രമിക്കും. ദൈവത്തോട് ക്രൈ ഔട്ട് ചെയ്യും. ദൈവത്തോട് പറയും, കർത്താവേ, ഞാൻ വീണുപോയ കുഴിയിൽ നിന്ന് നീ എന്നെ ഉദ്ധരിക്കണമേ, നീ എന്നെ പിടിച്ചു കയറ്റണമേ എന്ന്. അതുകൊണ്ട് അവൻ നമ്മുടെ മുഖപ്രകാശ രക്ഷയായിട്ട് ഇനിയും നാം അവനെ സ്തുതിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിൻ്റെ ആ സൂപ്പർ നാച്ചുറൽ ഹാൻഡ് ഉണ്ടല്ലോ, ഹല്ലേലൂയ, നമ്മുടെ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് വേണ്ടി ചലിക്കട്ടെ. ആ കരം നമ്മെ ഗൈഡ് ചെയ്യട്ടെ. ആ കരം തന്നെ നമുക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായിട്ട്, ആ അൺഫെയിലിംഗ് ലവിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാമേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യു ആർ എ ഗുഡ് ഗോഡ്. I give you all praise and honor and glory. Amen. ഹല്ലേലൂയ. ഇത് നാം ദിനം തോറും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവ് നമുക്ക് ജയം തന്നാൽ, കർത്താവ് നമുക്ക് വേണ്ടി മുടക്കിയ വില ഈ കാൽവറി ക്രൂശിൽ അവസാനത്തുള്ള രക്തം പോലും അവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നില്ലേ ദൈവമക്കളെ. പ്രൈസ് ഗോഡ്. സങ്കീർത്തനം 107 43 വാക്യം ഇങ്ങനെ പറയുന്നു, ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും, അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ തന്നെ അല്ലേ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ സെൽഫിഷായിട്ടുള്ള, സ്വാർത്ഥമായിട്ടുള്ള, പാപപങ്കിലമായിട്ടുള്ള സ്റ്റബേൺ വേസുമായി നടക്കുന്ന നമ്മൾ ഓർക്കണം, നമ്മൾ ഓരോ എവ്രി സിംഗിൾ വൺ ഓഫ് us here are loved by God. ദൈവം സ്നേഹിക്കുക. ഹല്ലേലൂയ. അവൻ്റെ റീച്ചിന് അപ്പുറമായിട്ട് ഒരു വ്യക്തികളുമില്ല. അതുപോലെ നമുക്ക് പറയാനും ചെയ്യുവാനും, ദൈവമേ നീ ഞങ്ങളെ സ്നേഹിക്കണമേ, ഞങ്ങളുടെ കൂട്ടത്തെ, ഞങ്ങളുടെ സഭയെ ഒന്ന് സ്നേഹിക്കണമേ എന്നൊന്നൊക്കെ പറയുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടതരട്ടെ. പ്രൈസ് ഗോഡ്. നമുക്ക് ദൈവത്തെ അധികമായി സ്നേഹിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ തിരഞ്ഞു നടക്കുന്ന സ്നേഹമാണ്. റിബല്യസ് ആയിട്ടുള്ളവരുണ്ട്, വിക്കഡായിട്ടുള്ളവരുണ്ട്, നീഡിയായിട്ടുള്ളവരുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ധൈര്യത്തോടെ ഇരുട്ടുണ്ടെങ്കിലും കാൽ വെച്ച മറിയെ കണ്ട യേശു, മറിയ യേശുവിനെ കണ്ടു. പക്ഷെങ്കിൽ ഹല്ലേലൂയ, ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവെങ്കിലും, ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സംസാരങ്ങൾ ഹല്ലേലൂയ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും ഒന്നും ഒരിക്കലും ദോഷം വരുന്നത് ആയിത്തീരരുത്. പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് വേണ്ടി ഹി ഈസ് സിംപ്ലി വെയിറ്റിംഗ് ഫോർ us to call out to him so that he can lead us to a purposeful life full of hope, love and joy. ദൈവം നമ്മുടെ രക്ഷകനാണ്. ഗോഡ് ഈസ് അവർ സേവിയർ. ഹല്ലേലൂയ. അവൻ നമ്മെ സ്നേഹിച്ചു. നമ്മളെ അവൻ്റെ റെസ്പോൺസിബിലിറ്റീസൊക്കെയും ധരിപ്പിച്ച് ഇത്രത്തോളം കാത്ത ദൈവം പൂർണ്ണതയിലെത്തിക്കാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശ്വാസത്താൽ നമുക്ക് കൃപയും ട്രസ്റ്റും എല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിയണം. ദൈവം നമുക്ക് ഒരു ഫ്രീ വില്ല് തന്നിരിക്കുക. അവൻ്റെ ജീവിതത്തിൻ്റെ ശക്തി, ഹല്ലേലൂയ, മരണത്തെ ജയിച്ച ആ ശക്തി ഉണ്ടല്ലോ, ഹല്ലേലൂയ, അത് പ്രിയ ദൈവത്തിലെ നിന്നെ സഹായിക്കട്ടെ. യേശു കർത്താവിൽ ആശ്രയം വെച്ചാൽ, അവനെ രക്ഷകനായിട്ട് കണ്ടാൽ, ഹല്ലേലൂയ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരുക്കമാണ്. ദൈവത്തിന് നിങ്ങളുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചിന്തിച്ച് കർത്താവിന് നന്ദി കരയിച്ച് മുന്നോട്ട് പോകാൻ്റെ ഗുണം
ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നിത്യനരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം. ജീവിതത്തിൽ കടന്നു വരുന്ന ഡിസ്ട്രസ്സിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വിടുതൽ തന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ എൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ മേൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.